മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹസിച്ചിടുകിലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ജെയിംസ് തോമസ് റാന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഈ പുതിയ ദിവസത്തിൻ്റെ രാവിലെ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, നാം കിടക്കയിലും രാവിലെ എഴുന്നേറ്റ് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുമുഖം കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് ഇടയായി തീരട്ടെ. ഇന്നത്തെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 4:13. അവർ പൗലോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. ഇന്ന് രാവിലെ സമയം ഈ വചനം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് നൽകുകയാണ്. നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ ദിവസവും ഒരു പുഷ്പത്തിൻ്റെ ഇതളുകൾ പോലെ കൊഴിഞ്ഞു വീഴുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഈ ദൈവത്തിൻ്റെ വചനം വളരെ ബൈബിൾ പരിചയമുള്ളവർക്കൊക്കെ ഈ വാക്യം വളരെ സുപരിചിതമാണ്. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ സഭ രൂപീകൃതമായതിനു ശേഷം ഉണ്ടായ ഒരു സംഭവമാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മുടന്തനായ ഒരു മനുഷ്യൻ സൗഖ്യമായി തീർന്നു. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ മുടന്തൻ സൗഖ്യമായതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായ പ്രയാസങ്ങളാണ് ഈ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ അപ്പോസ്തലന്മാരായ പത്രോസിനെയും യോഹന്നാനെയും അവിടെ മഹാപുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു എന്നാണ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവരെ വിസ്തരിക്കുകയും അവരോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ 4:8 നാം വായിക്കുന്നുണ്ട്, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസിനെയും യോഹന്നാനെയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ ദൈവദാസന്മാരുടെ ആ ധൈര്യത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകം പറയുകയാണ്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും. ഈ പത്രോസും യോഹന്നാനും, നമുക്കറിയാം, പത്രോസും യോഹന്നാനൊക്കെ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഒരു മുറിയിൽ, അടച്ചിട്ട മുറിയിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞവരാണ്. എന്നാൽ അവർ വെളിയിലേക്ക് വന്നു. പെന്തക്കോസ്ത് നാളിൽ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇവർക്ക് വലിയ ആത്മീയമായിട്ടുള്ള ശക്തി, ധൈര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ ശക്തമായ രീതിയിൽ വചനം പറയുവാനായിട്ടുള്ള വലിയ ധൈര്യം അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ 4:12 പത്രോസ് വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എത്ര ശക്തിയോടുകൂടാണ് പത്രോസ് ഈ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിറവിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവർക്ക് ദൈവം നൽകിയ ഈ ധൈര്യം, അത് മറ്റുള്ളവർക്ക് വലിയൊരു, അവരെ ആശ്ചര്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും. നമുക്കറിയാം, നമുക്ക്
പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ധൈര്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം, ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ആ വലിയ കൃപയാണ് ഇവിടെ ധൈര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഈ ധൈര്യം വളരെ ആവശ്യമാണ്. സുവിശേഷ വിരോധികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും സുവിശേഷത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. സുവിശേഷം പറയുന്നവർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ഉപദ്രവം അഴിച്ചുവിടുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ധൈര്യത്തോടുകൂടെ അവർക്ക് നേരെ നിൽക്കുവാനായിട്ട് നമുക്കിടയായി തീരണം. ഇവിടെ ഇതാ പത്രോസിനെയും യോഹന്നാനെയും ഇവരെ വളരെ തർജ്ജനം ചെയ്യുകയും വളരെ ഈ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടും അവർ ധൈര്യത്തോടുകൂടെ കർത്താവിനെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നത്തെ ദൈവമക്കൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ളത് ഈ ധൈര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അവിടെ വായിക്കുന്നത് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇന്ന് ദൈവമക്കൾക്ക് ഈ ധൈര്യമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പരിശുദ്ധാത്മാവിലൂടെയുള്ള ഈ ധൈര്യം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായിട്ട് നിൽക്കണമെങ്കിൽ ഈ ധൈര്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ തുടർന്ന് വായിക്കുന്നത്: അവർ സാമാന്യരായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. നമുക്കറിയാം, ഈ പത്രോസും യോഹന്നാനും ഒക്കെ മുക്കുവന്മാരായിരുന്നു, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. വലിയ ലോകപ്രകാരം വലിയ പ്രശസ്തരോ വിദ്യാഭ്യാസമുള്ളവരോ ആയിരുന്നില്ല. എന്നാൽ ഈ എളിയവരായ ഈ അപ്പോസ്തലന്മാരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവസാനം പറയുന്നത്, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. ഇന്ന് രാവിലെ സമയം നാം ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മെക്കുറിച്ച് മറ്റുള്ളവരൊന്നും അറിഞ്ഞില്ല എങ്കിലും നമ്മെക്കുറിച്ച് മറ്റുള്ളവർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഈ 13-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്. ദൈവാത്മാവിടെ എഴുതിയിരിക്കുന്നു: അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നാം യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അറിയുവാനായിട്ടിടയായിത്തീരട്ടെ. നമ്മുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പത്രോസിനെക്കുറിച്ച് പറയുന്നുണ്ട്, നീയും യേശുവിനോട് കൂടെ ആയിരുന്നവരെന്ന് പത്രോസിൻ്റെ അരികിലേക്ക് കടന്നു വന്ന സ്ത്രീ പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇന്നത്തെ പകൽക്കാലം നാമും കർത്താവിന് വേണ്ടി ധൈര്യം കാണിക്കുവാൻ, മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ കർത്താവിൻ്റെ കൂടെയുള്ളവരാണ് എന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ ഇന്നത്തെ പകൽക്കാലം നമുക്ക് ആത്മീയമായ ധൈര്യവും പ്രചോദനവും നൽകുന്നതായിരിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വേഗം വരാമെന്നുരച്ച പൊന്നേ, നോക്കി നോക്കി കൺകൾ കൊതിച്ചിടുന്നേ. എപ്പോൾ വരുമെൻ പ്രാണപ്രിയ കണ്ടിടുവാൻ? എപ്പോൾ വരുമെൻ പ്രാണപ്രിയ കണ്ടിടുവാൻ?